നമസ്കാരം. നിങ്ങൾ ഇന്റർനെറ്റിന് കാശ് കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു 100 MBPS പ്ലാൻ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ അത്രയും സ്പീഡ് കിട്ടുന്നുണ്ടോ? വീഡിയോ കോൾ ഇടയ്ക്ക് കട്ടാവുന്നു, വെബ് പേജ് വരാൻ താമസിക്കുന്നു, ഇതൊക്കെ. നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്പീഡുണ്ടല്ലോ, ആ വാഗ്ദാനം ചെയ്യുന്ന സ്പീഡ്, അത് തന്നെയാണോ നമുക്ക് കിട്ടുന്നത്? മിക്കപ്പോഴും ഒരു വ്യത്യാസം കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്? ഓക്ലേയുടെ ഒരു ലേഖനമുണ്ട് ഇതിനെപ്പറ്റി. അതിനെ വെച്ചുകൊണ്ട് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. ഇതൊരു വളരെ സാധാരണ പ്രശ്നം തന്നെയാണ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് കാണണം. ഒന്ന്, നിങ്ങളുടെ ISP, അതായത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വീട്ടിലേക്ക് തരുന്ന ആ കണക്ഷൻ. രണ്ട്, ആ കണക്ഷൻ നിങ്ങളുടെ ഡിവൈസിൽ, ഫോണിലോ ലാപ്ടോപ്പിലോ എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ അനുഭവം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടാവാം. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് ആ സിഗ്നലിന്റെ യാത്രയൊന്ന് നോക്കാം. അതെ, ഈ യാത്ര തുടങ്ങുന്നത് ഗേറ്റ്വേ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നാണല്ലോ. നമ്മുടെ മോഡം അല്ലെങ്കിൽ ചിലപ്പോ മോഡം റൂട്ടർ ഒന്നിച്ചുള്ള ഡിവൈസ്. അതെ, മോഡം അല്ലെങ്കിൽ കോംബോ. അവിടെയാണ് ISPയുടെ ലൈൻ തീരുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലെ നെറ്റ്വർക്ക് തുടങ്ങുകയാണ്. അപ്പോ ISP പറയുന്ന സ്പീഡ് അത് ആ ഗേറ്റ്വേ വരെ എത്തുന്നുണ്ടാവും മിക്കവാറും, അല്ലേ? ശരിയാണ്. ആ ഗേറ്റ്വേയിൽ ഒരു സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ISPയുടെ ഭാഗം ഓക്കെ ആണോ എന്ന് നമുക്കറിയാലോ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. അവിടം തൊട്ടാണ് ശരിക്കുള്ള കഥ തുടങ്ങുന്നത്. ആ ഗേറ്റ്വേ കടന്ന് സിഗ്നൽ നിങ്ങളുടെ വീട്ടിലെ വയറുകളിലൂടെയോ അല്ലെങ്കിൽ വൈഫൈ ആയിട്ടോ ഒക്കെ യാത്ര ചെയ്യുമ്പോഴാണ് സ്പീഡ് കുറയാനുള്ള സാധ്യതകൾ വരുന്നത്. അപ്പോ അവിടെ എന്തൊക്കെയാണ് ഈ സ്പീഡിനെ ബാധിക്കുന്ന കാര്യങ്ങൾ? നമ്മുടെ കയ്യിലുള്ള ഡിവൈസുകൾ തന്നെ ആവുമോ ആദ്യത്തെ വില്ലൻ? ഫോണ്, ലാപ്ടോപ്പൊക്കെ? തീർച്ചയായും അതൊരു പ്രധാന കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലൊരു ഫാസ്റ്റ് പ്ലാൻ കാണും, ഒരു 500 MBPS ഒക്കെ. പക്ഷേ നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ വീട്ടിലെ വൈഫൈ റൂട്ടർ തന്നെയോ കുറച്ച് പഴയതാണെങ്കിൽ അതിന് ഫുൾ സ്പീഡ് എടുക്കാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഒരു 100 MBPS ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ലിമിറ്റ്. ശരിയാണ്. പുറമേ കാണാൻ പുതിയതാണെങ്കിലും ചിലപ്പോൾ അതിലെ വൈഫൈ ടെക്നോളജി പഴയതായിരിക്കും. അതും സ്പീഡിനെ ബാധിക്കും. പിന്നെ വീട്ടിലെ ആ നെറ്റ്വർക്ക് സെറ്റപ്പ് അതും ഒരുപോലെ ആയിരിക്കില്ലല്ലോ എല്ലായിടത്തും. ചിലയിടത്ത് ഒരു സാധാരണ റൂട്ടർ, ചിലപ്പോൾ മെഷ് സിസ്റ്റം ഒക്കെ കാണും. അതെ, ഓരോ സെറ്റപ്പിനും അതിൻ്റെതായ ഗുണങ്ങളും ചില ദോഷങ്ങളുമുണ്ട്. മെഷ് സിസ്റ്റം ആണെങ്കിൽ കവറേജ് കൂടും. വീടിന്റെ പല മൂലയിലും റേഞ്ച് കിട്ടാൻ അത് നല്ലതാണ്. കാരണം സിഗ്നലിനെ പല യൂണിറ്റുകൾ വഴി ഇങ്ങനെ പാസ് ചെയ്ത് വിടുവല്ലോ. പക്ഷേ ഈ കൈമാറ്റം നടക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു സ്പീഡ് ലോസ് ഉണ്ടാവാം. ഓക്കെ. പിന്നെ ഈ റൂട്ടർ വിൽക്കുന്ന സ്ഥലം അതും പ്രധാനമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ റൂട്ടർ ഒരു ഷെൽസിന്റെ പുറകിലാണ് വെച്ചേക്കുന്നത്. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ സിഗ്നലിനെ ശരിക്കും ബാധിക്കുമോ? അത് വളരെ നല്ലൊരു പോയിന്റാണ്. ചുമരുകൾ, പ്രത്യേകിച്ച് നല്ല കട്ടിയുള്ള കോൺക്രീറ്റ് ചുമരോ അല്ലെങ്കിൽ മെറ്റൽ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിലോ, പിന്നെ വലിയ കണ്ണാടികൾ, ചിലപ്പോൾ അലമാരകൾ, ഫയൽ ക്യാബിനറ്റ് പോലുള്ള സാധനങ്ങൾ പോലും വൈഫൈ സിഗ്നലിനെ തടസ്സപ്പെടുത്താം, അതിനെ വീക്കാക്കാം. അപ്പൊ റൂട്ടർ വെക്കാൻ ഏറ്റവും നല്ലത് കഴിയുമെങ്കിൽ തുറസായ വീടിന്റെ ഏകദേശം ഒരു നടുക്കായിട്ടുള്ള സ്ഥലമാണ്. ഓ, ശരി. ഓരോ തടസ്സവും സിഗ്നലിന്റെ ശക്തി കുറയ്ക്കും. ദൂരം കൂടുന്തോറും സിഗ്നൽ വീക്കാവും. അതുപോലെ നമ്മൾ വൈഫൈ ഉപയോഗിക്കുന്നതും നേരിട്ട് കേബിൾ വെച്ച്, അതായത് ഈഥർനെറ്റ് വെച്ച് കണക്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ ഫോണും ടാബും ഒക്കെ വൈഫൈയിലാണല്ലോ കൂടുതലും. എന്നാലും ഏറ്റവും നല്ല സ്പീഡിന് കേബിൾ തന്നെയാണോ ഇപ്പോഴും ബെറ്റർ? തീർച്ചയായും സൗകര്യം എപ്പോഴും വൈഫൈക്ക് തന്നെയാണ്. പിന്നെ പുതിയ വൈഫൈ 6 പോലുള്ള ടെക്നോളജികൾ വന്നപ്പോ സ്പീഡും സ്റ്റെബിലിറ്റിയുമൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തടസ്സവുമില്ലാത്ത കണക്ഷൻ വേണമെങ്കിൽ, പ്രത്യേകിച്ച് ഓൺലൈൻ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വീഡിയോ കോൺഫറൻസിനോ ഒക്കെ, ഒരു വയേർഡ് ഈഥർനെറ്റ് കണക്ഷൻ തന്നെയാണ് ബെസ്റ്റ്. കാരണം അവിടെ സിഗ്നൽ ലോസും മറ്റു ഇന്റർഫറൻസും കുറവായിരിക്കും. ഇന്റർഫറൻസ് എന്ന് പറഞ്ഞല്ലോ, അതായത് മറ്റുപകരണങ്ങളുടെ ശല്യം, അതും വൈഫൈയുടെ ഒരു പ്രശ്നമാണല്ലേ? അതെ, അതാണ് RF ഇന്റർഫറൻസ്, റേഡിയോ ഫ്രീക്വൻസി ഇന്റർഫറൻസ്. നമ്മുടെ വീട്ടിലെ മറ്റു പല വയർലെസ് ഉപകരണങ്ങളും വൈഫൈ സിഗ്നലിനെ ശല്യം ചെയ്യാം. ഉദാഹരണത്തിന് മൈക്രോവേവ് ഓവൻ. അത് ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോ വൈഫൈ കട്ടാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഉണ്ട്. പിന്നെ പഴയ ടൈപ്പ് കോർഡ്ലെസ് ഫോണുകള്, ചില ബ്ലൂടൂത്ത് സ്പീക്കറുകള്, ബേബി മോണിറ്ററുകള്, നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ വൈഫൈ നെറ്റ്വർക്ക് പോലും നിങ്ങളുടെ സിഗ്നലുമായി ക്ലാഷ് ആവാം.
ഇതെല്ലാം കൂടെ ഒരു നോയ്സ് ഉണ്ടാക്കും. അത് നമ്മുടെ യഥാർത്ഥ സ്പീഡിനെ കുറയ്ക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ISP അവരുടെ പണി ഗേറ്റ്വേ വരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവാം, ആ പറഞ്ഞ സ്പീഡ് അവിടെ എത്തുന്നുണ്ടാവാം. പക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണ്, നമ്മുടെ ഡിവൈസുകൾ, റൂട്ടർ വെച്ച സ്ഥലം, കണക്ഷൻ വയർലെസ് ആണോ വയേർഡാണോ എന്നത്, മറ്റുപകരണങ്ങളുടെ ശല്യം, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അവസാനത്തെ സ്പീഡിനെ തീരുമാനിക്കുന്നത്. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഗതി. അതുകൊണ്ടാണ് ഓക്ല പോലെയുള്ള സ്പീഡ് ടെസ്റ്റ് ടൂളുകൾക്ക് പ്രാധാന്യമുള്ളത്. അവർക്ക് ഗേറ്റ്വേയിലെ സ്പീഡും പിന്നെ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ കിട്ടുന്ന സ്പീഡും ചിലപ്പോൾ വെവ്വേറെ അളക്കാൻ പറ്റും. അപ്പോ ഈ വ്യത്യാസം എവിടെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കും. ഈ വ്യത്യാസത്തിന്റെ കാരണം മിക്കവാറും നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യമായിരിക്കും. അപ്പോ കേൾക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ സ്പീഡ് ടെസ്റ്റ് റിസൾട്ട് നിങ്ങൾ പൈസ കൊടുക്കുന്ന പ്ലാനിനേക്കാളും കുറവാണെങ്കിൽ ആദ്യമൊന്ന് റൂട്ടർ മാറ്റിവെച്ച് നോക്കൂ, തടസ്സങ്ങളില്ലാത്തൊരിടത്ത്. പിന്നെ നിങ്ങളുടെ ഫോണോ ലാപ്ടോപ്പോ ഈ പ്ലാനിന്റെ സ്പീഡ് താങ്ങാൻ പറ്റുന്നതാണോ എന്നും കൂടെ ഒന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ്. ചില ISP ആപ്പുകളിലോ അല്ലെങ്കിൽ മെഷ് സിസ്റ്റത്തിലൊക്കെ ഗേറ്റ്വേയിൽ നേരിട്ടൊരു ടെസ്റ്റ് നടത്താൻ ഓപ്ഷൻ കാണും. അതൊന്ന് ചെയ്താൽ പ്രശ്നം ISP സൈഡിലാണോ അതോ നമ്മുടെ വീട്ടിലാണോ എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ശരിയാണ്. ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു ചിന്ത കൂടെ പങ്കുവെക്കാം. അതായത് ISP വാഗ്ദാനം ചെയ്ത സ്പീഡ് നമ്മുടെ വീട്ടിലെ ഗേറ്റ്വേ വരെ എത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡിവൈസിലെ അനുഭവം കുറവാണെങ്കിൽ അതിന് കാരണം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളാണെങ്കിൽ, അപ്പോൾ ആ ഒരു അവസാന ഘട്ടത്തിലെ ആ ലാസ്റ്റ് മൈൽ എന്ന് വേണമെങ്കിൽ പറയാം, ആ വേഗത കുറവിന് ശരിക്കും ആരാണ് ഉത്തരവാദി? സേവനം വാതിൽക്കൽ എത്തിച്ചവരോ അതോ ആ സേവനം ഉപയോഗിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളോ? ഇതൊരു ചോദ്യമാണ്. ഒരു പക്ഷേ നിങ്ങൾക്കും ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കാം.